ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ആരാണ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? ചെമ്മണ്ണൂർ സൂര്യനാരായണൻ. നമുക്ക് ഇതിനു മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പട്ട വെട്ടാൻ പോയാലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണണം കേട്ടോ. ഇതെന്താണിപ്പോൾ ഇങ്ങനെ സാധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ തന്നെ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. കാരണം ഇതൊരു 4 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതായത് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. പക്ഷേ ആ കാർഡ് എനിക്ക് എററായിട്ട് അതിൻ്റെ വിഷ്വലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പം എൻ്റെ കയ്യിൽ ചെറിയ ക്യാമറയിലുള്ള വിഷ്വലാണ് കുറച്ച് ഇത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത്. ഈ ഒരു സ്ഥലം മനസ്സിലായോ? പാലക്കാട് ജില്ലയിലെ തേനൂർ എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. ചെമ്മണ്ണൂർ സൂര്യനാരായണൻ തൃശ്ശൂർക്കാരനാണ്, കുന്നംകുളംകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് ചട്ടക്കാരനായിട്ടുള്ള നമ്മുടെ സഞ്ജു ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇവിടെ തീറ്റയ്ക്ക് യാതൊരു ക്ഷാമവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓണർ വളരെ സന്തോഷത്തോടു കൂടെ സഞ്ജു ചേട്ടൻ്റെ കൂടെ വിട്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനുണ്ട്. എനിക്കൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഈ പട്ട വെട്ടാൻ പോണതും അല്ലെങ്കിൽ അത് കാണണം എന്നുള്ളതൊക്കെ. അതെന്തായാലും ഇന്ന് സാധിച്ചു. ഇവിടെ വന്ന് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാം. ഇവിടെ വന്ന് ഞങ്ങൾ പട്ടയൊക്കെ വെട്ടി കുറേ നേരം ഇവിടെ നിന്ന് സംസാരിച്ചു. ഇവിടെ നിന്നാണ് ഇൻ്റർവ്യൂ എടുത്തത്. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും, അത് മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും ഈ ഒരു നാടെന്ന് പറയുമ്പോഴത്തേക്ക് അതിമനോഹരമാണ് കേട്ടോ. ആ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത്. അപ്പോൾ സഞ്ജു ചേട്ടൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ആൾ വളരെ പ്രിയപ്പെട്ടവനാണ് കേട്ടോ, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ. വളരെ ശാന്ത സ്വഭാവമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശല്യക്കാരനൊന്നുമല്ല ആർക്കും. ശാന്ത സ്വഭാവം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് റൂട്ടിലൂടെ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഭക്ഷണമൊക്കെ ആയിട്ട് കാത്തിരിക്കാറുണ്ട്, അങ്ങനെ കൊടുക്കാറുണ്ട്. ഇതിപ്പം അമ്പലത്തിൽ നിന്നുള്ള നിവേദ്യച്ചോറാണ്. അപ്പോൾ അതും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം എന്നൊന്നുമില്ല കേട്ടോ, എല്ലാ ഭക്ഷണവും കഴിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണത്തിൽ അവലും ചോറും ഒക്കെ സഞ്ജയേട്ടൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടെ കഴിക്കുന്ന ഒരാളാണ്. പിന്നെ നീരുകാലം എന്ന് പറയുന്നത് ഓഗസ്റ്റ് അഥവാ മലയാള മാസം കർക്കിടക മാസമാണ്. ഒരുപാട് മാസങ്ങളൊന്നും ഉണ്ടാവാറില്ല, ഏകദേശം 1 മാസമൊക്കെയാണ് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചട്ടക്കാരുമായിട്ടും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത, വളരെ ആ ഒരു സമയത്തും ശാന്ത സ്വഭാവം കാണിക്കുന്ന ഒരാൾ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും സ്വഭാവത്തിൽ ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു സമയം, അതായത് പ്രത്യേകിച്ച് അറിയാമല്ലോ, ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. ഒരുപാട് ആനകൾക്ക് തീറ്റയ്ക്ക് ക്ഷാമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ആനപ്രേമികൾ ഒരുപാടുള്ളത് കൊണ്ടും അവരുടെ ഒരു ഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് പല ആനകളും ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അല്ലേ. എന്തായാലും ഈ നാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. തേനൂർ എന്ന് പറയുന്ന ആ ഒരു പേരിലുള്ളൊരു തേന് പോലെ തന്നെ വളരെ മാധുര്യം നിറഞ്ഞ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ മധുരം കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. ലാസ്റ്റ്